ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥലങ്ങളിൽ ത്രികോണപ്പോര് നടക്കുമെന്ന് ഉറപ്പാണ്. അതിൽ പാലക്കാടാണ് ശക്തമായ മത്സരം നടക്കാൻ പോകുന്നത്. പാലക്കാട് ഭയങ്കരമായ ശക്തമായ മത്സരം നടക്കും. അവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് BJP ആണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അവിടുത്തെ മെയിൻ കാര്യം. അതും 2 തവണ അടുപ്പിച്ച് ഭരിക്കുകയാണ്. 2 തവണ അടുപ്പിച്ച് വയ്ക്കുന്നത്. 2ാം സ്ഥാനത്ത് UDFും 3ാം സ്ഥാനത്ത് LDFും ആണ്. അതിൽ എടുത്തു പറയേണ്ടത് 2020 BJP അധികാരത്തിൽ വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെയാണ് വന്നത്. 2015 കിട്ടിയതിൽ കൂടുതൽ 2020 കിട്ടി. 29 സീറ്റ് കിട്ടി ആണ് അധികാരത്തിൽ വന്നത് എന്നാണ് പ്രധാന കാര്യം. അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ 29 സീറ്റ് കിട്ടി എന്നുള്ളതാണ്. 2020 UDFിന് കിട്ടിയത് വെറും 16 സീറ്റേ ഉള്ളൂ. അതേസമയം LDFിന് കിട്ടിയത് 6 സീറ്റ്. LDF 3ാം സ്ഥാനത്ത് ആണ്. അത് വളരെ ശോകമായി 3ാം സ്ഥാനത്ത് പോയി. അതാണ് നമ്മൾക്കും തോന്നുന്നത്. പാവം LDF കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും പലതരം മാറ്റങ്ങൾ പാലക്കാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യമാണ്. എല്ലാതരം മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 2025 ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ കണക്കുകളും സർവേ റിസൾട്ടുകളും ഈ അടുത്തുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഊഹാപോഹങ്ങളും കിടുതാപ്പങ്ങളും എല്ലാം വച്ച് പാലക്കാട് എന്ത് മാറ്റമാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. ടൈറ്റ് മത്സരമായിരിക്കും ഉണ്ടാവുക. BJP UDF പോര് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. എന്നാൽ LDF കുറച്ച് നില മെച്ചപ്പെടുത്തും എന്നല്ലാതെ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണല്ലോ. അതിൽ ഒരുപാട് സീറ്റുകൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് BJPക്ക് കുറഞ്ഞു. മൂത്താംതറ BJPയുടെ കോട്ടയായ മൂത്താംതറയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തലിന് വോട്ട് കിട്ടിയത്. എന്നാൽ ചെറിയ മാറ്റം ഉണ്ടാവുകയുള്ളൂ പറയപ്പെടുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മുടെ കൃഷ്ണകുമാറിന് ഇഷ്ടമല്ലാണ്ടാണ് ഇത് നടന്ന് അത്രയും വോട്ട് കുറയാനുള്ള കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ എല്ലാവിടെയും കൃഷ്ണകുമാർ നിൽക്കുന്നു എന്ന് കൂടി പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ സന്ദീപ് വാര്യരടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി വന്നത്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പും കൂടി കൊണ്ടായിരിക്കും ഉപതെരഞ്ഞെടുപ്പിന് ബൈ ഇലക്ഷന് ഭയങ്കരമായിട്ട് BJPക്ക് വോട്ട് കുറയാൻ കാരണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് BJPക്ക് വലുതായി സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ്. അത് വേറെ ഏത് ജില്ല മറന്നാലും പാലക്കാട് വോട്ടർമാരെ അത് മറക്കുമെന്ന് തോന്നുന്നില്ല. UDFിനകത്ത് തന്നെ ഇതിൻ്റെ പേരിലുള്ള വലിയ ഭിന്നതകൾ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ പാലക്കാട് UDFിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. UDFിനകത്ത് തന്നെ. കാരണം അടൂരിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അപ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യം വന്നിട്ടുണ്ട്. ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം പാലക്കാട് ഒരു വ്യക്തി ഇല്ലാണ്ടാണോ ഒരു ബൈ ഇലക്ഷന് വേണ്ടിയിട്ട് അടൂരിൽ നിന്ന് അവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ട് ഇറക്കേണ്ട എന്താവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പെണ്ണുപിടിയെ എന്തിനാ വന്നു എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് UDFിനകത്ത് തന്നെ. പിന്നെ വേറൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾ UDFിലുണ്ട്. അവർ എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ച് UDFിൻ്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ചാൻസ് ഉണ്ട്. കാരണം രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താണല്ലോ. അപ്പോൾ ഇനി അകത്ത് വരാതിരുന്നാൽ അവർ ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഭരണം കിട്ടിയാൽ പിന്നെ രാഹുലിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വേറെ ആരും പറഞ്ഞാലും അവർക്ക് രാഹുൽ ഇല്ലെങ്കിലും നമുക്ക് പാലക്കാട് പിടിക്കാൻ പറ്റും. രാഹുൽ ആരാണ്, ഷാഫി ഇല്ലെങ്കിലും പറ്റും എന്നുള്ളൊരു ഇത് വരും. മനസ്സിലായി? 2 പ്രാവശ്യം ഷാഫി ഉണ്ടായിട്ടും അവിടെ ഭരണം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയാൽ അതങ്ങനെ പറഞ്ഞിട്ട് ഇനി അവർ പറയുന്നത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആഞ്ഞു പിടിച്ചാൽ UDF തിരിച്ച് പിടിക്കുകയായിരിക്കും. പിന്നെ BJPയും CPMും രാഹുലിൻ്റെ കാര്യമാണല്ലോ എടുത്തു പറയുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജനങ്ങൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് ജനങ്ങൾ രാഹുൽ കള്ളപടിക്ക് പോയോ മറ്റേ പരിപാടിക്ക് പോയോ ഒന്നും ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പോയ കാര്യമൊന്നും ആലോചിച്ച് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
രാഹുൽ എവിടെ പോയാലും അവർക്കെന്ത് തേങ്ങയാണ്, ജനങ്ങൾക്കെന്ത് തേങ്ങയാണ് രാഹുൽ എവിടെ പോയാലും. ജനങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ഇപ്പോൾ 1 വർഷം വന്നിട്ട് എന്ത് ചെയ്തു എന്നല്ലേ ജനങ്ങൾ നോക്കുകയുള്ളൂ. എന്തേ ആയിരിക്കും, അങ്ങനത്തെ ഒരു ചിന്ത ആയിരിക്കും. അവരെവിടെ പോട്ടെ, നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്നാലേ കുറേ അന്ധമായ അണികളുണ്ട്, അതും പറഞ്ഞ് നടക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുമുടിയൻ കോഴിയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റ് BJPയും UDFും തമ്മിൽ ഉണ്ടാകുമെന്നത് സത്യമായ കാര്യമാണ്. ചിലപ്പോൾ ഒപ്പത്തിനൊപ്പം പിടിക്കാനും സാധ്യത വളരെ കൂടുതലായിരിക്കും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതിൽ ചെറിയ മുൻതൂക്കം BJPക്കുണ്ട്. അതായത് ഇത്രയൊക്കെ നമ്മൾ ടൈറ്റ് മത്സരം നടന്നാലും ഒപ്പത്തിനൊപ്പം പിടിക്കുമെന്ന് നമ്മുടെ മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ചെറിയൊരു മുൻതൂക്കം BJPക്കുള്ളത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 29 സീറ്റിൽ നിന്ന് കുറയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ LDFന് വളരെ ചെറിയ മുന്നേറ്റമെങ്കിലും ഉണ്ടാകാൻ സാധിച്ച ഭാഗ്യം എന്ന് പറയേണ്ടി വരും. വളരെ ചെറിയ മുന്നേറ്റം ഉണ്ടായ ഭാഗ്യം, അത്രയാണ്. അതങ്ങനെയാണ് കണക്കുകളൊക്കെ അവിടുത്തെ പറയുന്നത്. പിന്നെ UDFന് ചെറിയ തോതിലുള്ള മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അത് വലിയ തോതിലുള്ള മാറ്റം വരുമെന്ന് സംശയമുള്ള കാര്യമാണ്. വലിയ തോതിൽ മാറ്റം വന്നാലാണ് ഈ 16 സീറ്റിൽ നിന്ന് ഇത്രയും കിട്ടണ്ടേ. BJPക്ക് 29 സീറ്റായിരുന്നു കിട്ടിയത്. അപ്പോൾ ഇത്രയും സീറ്റ് തിരിച്ച് പിടിക്കണ്ടേ, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. BJPക്ക് അവിടെ 2020 29 സീറ്റ്, UDFന് 16 ആണല്ലോ. അപ്പോൾ BJPക്ക് ഭരണം പോകണമെങ്കിൽ ഒരുപാട് സീറ്റ് കുറയണ്ടേ. അപ്പോൾ അത്രയും സീറ്റ് കുറയുമോ കുറയില്ലേ എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ ഉള്ള കാര്യം, BJPക്കുള്ളിൽ ഭിന്നത വളരെ രൂക്ഷമാണ്. അതായത് നമ്മൾ ബൈ ഇലക്ഷൻ കണ്ടതാണ്, അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പ്രശ്നം കണ്ടതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ചർച്ചകൾ കണ്ടതാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒത്തുതീർപ്പ് ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, സംശയമുള്ള കാര്യമാണ്. വളരെ രൂക്ഷമായ ഭിന്നതയാണ് നടന്നുകൊണ്ടിരുന്നത്. എല്ലാം എന്തായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഭിന്നത ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഹാട്രിക്ക് വിജയം സ്വന്തമാക്കി വീണ്ടും പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് ഭരിക്കാൻ വളരെ സാധ്യതയുണ്ട്, ഭിന്നത ഒന്ന് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഭിന്നത കൂടുതലുണ്ടായത് കൃഷ്ണകുമാറിൻ്റെ പേരിലും കൃഷ്ണകുമാറിൻ്റെ വൈഫൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഭിന്നത കൂടുതലായത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്തായാലും നിലവിലെ കണക്ക് നോക്കുമ്പോൾ BJP UDF കടുത്ത മത്സരമായിരിക്കും, ഉറപ്പാണ്. പിന്നെ പാലക്കാട് ജനങ്ങൾ കുറച്ചൊക്കെ വെറുത്തിട്ടുണ്ട്, ഉറപ്പാണ്. പിന്നെ നിലവിലെ UDFനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ UDFന് അനുകൂലമായ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെയിനായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഈ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം. കാരണം രാഹുൽ പോയത് തെറ്റാണ്, അത് നമ്മൾ അംഗീകരിക്കണം. തെറ്റ് തന്നെ തെമ്മാടിത്തരവ് ചെയ്തത്. കാരണം ഒരു പെണ്ണല്ല പല പെണ്ണിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് ആലോചിക്കണം. ചെറുപ്പക്കാരനായ ചെക്കൻ ഇങ്ങനെ പെണ്ണിൻ്റെ പോയി സമ്മതപ്രകാരം പോയി കിടന്നത് മാത്രമല്ല, പോയിട്ട് അവളിനെ ഗർഭിണിയാക്കണം പറയുമ്പോൾ ഒരു സൈക്കോപ്പാത്തല്ലേ അവൻ. അപ്പോൾ സൈക്കോപ്പാത്ത് പരിപാടിയൊക്കെ ചെയ്തത് തെറ്റാണ്. അപ്പം നമ്മൾ അതൊക്കെ പൂർണ്ണമായിട്ട് സമ്മതിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണില്ല എന്ന് നമ്മളിപ്പോഴും പറയുന്നില്ല. പക്ഷേ അത് ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള കാരണം അത് ഇവരുടെ തെറ്റ് മറയ്ക്കാനാണെന്ന് ജനങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ നന്നായി. എന്തായാലും BJP ചവിട്ടി പുറത്താക്കാനുള്ള ജനങ്ങൾക്ക് കിട്ടിയ അവസരം ജനങ്ങൾ ഉപയോഗിക്കുമോ, അതോ UDFൻ്റെ തമ്മിത്തല്ലും കോപ്പും മണ്ണാങ്കട്ടയും കാണണ്ട, ഞങ്ങൾക്ക് ഇതെന്തിനാണ് കാണുന്നത്, ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് BJP തന്നെ ഭരിക്കട്ടെ എന്ന് വിചാരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. അല്ലാതെ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല തിരിച്ചു കിട്ടുമോ എന്താകുന്നൊന്നും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ജനങ്ങളിലൊന്നും വലിയ ബാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾ കുറേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകാനും ചാൻസ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അത് വരുമോ, ഇവരിനടിച്ച് പുറത്താക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഓക്കെ ബൈ.